മിസ്സേ ഓക്കെ അല്ലേ? മിസ് ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ മിസ്സേ? ഓക്കെ. ഗുഡ് ഈവനിങ്. നിങ്ങൾ അക്കൗണ്ടൻസിനെ കുറിച്ച് good evening. കേട്ടിട്ടുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവരൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും ഈ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാറില്ലേ? അതായത് നമ്മള് കടയിൽ ചെന്ന് ചിലപ്പോ ക്യാഷ് കൊടുത്ത് ഇല്ല ഇല്ല. സാധനങ്ങൾ മേടിക്കും. അതുപോലെ തന്നെ നമ്മളെന്താ ചിലപ്പോ കടം പറഞ്ഞ് സാധനങ്ങൾ മേടിക്കാറുണ്ട് അല്ലേ? അതെ. അപ്പൊ നമ്മള് ക്യാഷ് കൊടുത്ത് സാധനം മേടിക്കുന്നത് അതുപോലെ തന്നെ കടം പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കുന്നതൊക്കെയാണ് നമ്മൾ ശരിക്കും അക്കൗണ്ടൻസിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അതായത് ചിലപ്പോ ഇത് നമ്മളെ രീതിയിൽ നമ്മൾ ചിലപ്പോ ക്യാഷ് കൊടുത്ത് സാധനം മേടിക്കും, കടം മേടിക്കും. അപ്പൊ ഇത് ഈ കടക്കാർ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കും. ചിലപ്പോ ഇത്രയും രൂപ ഇന്നയാൾ എനിക്ക് തരാനുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപയാണ് ക്യാഷ് എനിക്ക് ഇന്ന് കിട്ടിയത്. ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. അതായത് നമുക്ക് ശരിക്കും ഒരു കടയിലൊക്കെ എന്താണ് നടക്കുന്നത് അത് തന്നെയാണ് ശരിക്കും അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമുക്ക് അതായത് ഇപ്പൊ ഒരു ബിസിനസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഒരു ദിവസം നടക്കുന്ന ആ ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഫൈനലി നമ്മളത് സമ്മറൈസ് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതില് 4th ചാപ്റ്ററായ അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഈ ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അതില് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, നിങ്ങൾ ഗൈഡാണ് ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത്? ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് റെഫർ ചെയ്യാറുണ്ടോ? നോക്കിയിട്ടില്ല. ഉണ്ടല്ലോ, ടെക്സ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ് സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് ഇതാണ് പേജ് നമ്പർ ഒന്ന് പറയുന്നത്. എന്തോ നമ്പർ ഒന്ന് പറയാമോ? ഗൈഡിലെ പേജ് നമ്പർ ഒന്ന് പറയാമോ? ഗൈഡിന്റെ പേജ് നമ്പർ 90. ഓക്കെ ഓക്കെ. അതിൽ നമുക്ക് വരുന്നത് സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് ആണ്. ജസ്റ്റ് സെക്കൻഡ്. അതില് എന്താണ് സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്താണ് വൗച്ചേഴ്സ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ബിസിനസ്സിൽ എന്തോ പറഞ്ഞോ?
പേയ്മെന്റ് കൊടുക്കുന്ന മറ്റേ വൗച്ചർ അതല്ലേ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. പേയ്മെന്റ് കൊടുക്കുമ്പോഴും നമ്മൾ വൗച്ചർ എഴുതും, അതുപോലെ തന്നെ റെസിപ്റ്റിന് നമ്മൾ വൗച്ചർ എഴുതും. അതായത് ക്യാഷ് കിട്ടുന്നതും ക്യാഷ് പോകുന്നതിനൊക്കെ നമുക്ക് വൗച്ചർ ഉണ്ട്. ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ബേസ്ഡ് ഓൺ ഡോക്യുമെന്ററി എവിഡൻസ്. അല്ലെ, നമുക്ക് ബിസിനസ്സിൽ ഏതൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിനൊരു ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാവണം. കാരണം നമുക്ക് ആ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതിന് ഒരു പ്രൂഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. ആ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഒന്ന് ഈ പറഞ്ഞ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്സും വൗച്ചർ എന്ന് പറയുന്നത്. എ ക്യാഷ് മെമ്മോ ഷോവിംഗ് ക്യാഷ് സെയിൽ ആൻഡ് ഇൻവോയ്സ് ഷോവിംഗ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, the receipt made out by the payee against cash payment are examples of source of document. Source of document in example ഒന്ന് cash memo, then പിന്നെ കാണുന്നത് ഇൻവോയ്സ്, അതുപോലെ തന്നെ റെസിപ്റ്റ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? സോഴ്സ് ഓഫ് ഡോക്യുമെന്റിന് എവിഡൻസ് ആണ്. മനസ്സിലായോ? എ ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻസ് ആസ് കോൾഡ് ദ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്. ഈ പറയുന്ന എല്ലാ ഡോക്യുമെന്റും നമുക്ക് പറയാം എന്ത്? ഈ ട്രാൻസാക്ഷൻ ഉള്ള എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും നമുക്ക് എന്താണ്? ഒരു സോഴ്സ് ഓഫ് എവിഡൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് വേണം. ഈ ഡോക്യുമെന്ററി എവിഡൻസിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. A source document is the first record prepared for business transaction and is the basis for entries in the books of accounts. അതായത് നമുക്കൊരു സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്സിനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? ബുക്സ് ഓഫ് ഫസ്റ്റ് റെക്കോർഡ് ഓഫ് അക്കൗണ്ട്സിലാണ്. അത് നമുക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ, നമുക്ക് വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബുക്സ് ഓഫ് എൻട്രിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. Certain items which has no documentary proof such as petty expenses, അതായത് നമ്മൾ ചെറിയ ചെറിയ എക്സ്പെൻസസിനൊക്കെ ക്യാഷ് ചെലവാക്കില്ലേ, ആ കാര്യങ്ങളൊന്നും നമുക്ക് എന്താ? സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല. അതായത് ചിലപ്പോൾ ഒരു ചായ കുടിച്ചതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് അങ്ങനെയുള്ള പെറ്റി ആയിട്ടുള്ള എക്സ്പെൻസസിനൊന്നും നമുക്ക് എന്താ? സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല. ഉണ്ടാവുന്നതും ഉണ്ട് കേട്ടോ, അതിന് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല. സോ ഇത്രയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് വൗച്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ സെന്റൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം, കാരണം എന്ന് വെച്ചാൽ ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സെന്റൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോണം. ഇതിന്റെ സെന്റൻസിന്റെ പകുതി പോർഷൻ തന്നിട്ട് ഫില്ല് ചെയ്യാനുള്ളതും വരും, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടുള്ളതും കാണിക്കുന്നുണ്ട് കേട്ടോ. Then voucher is prepared showing the necessary details. All such documents are kept in separate file in chronological order and are serially numbered. അതായത് നമുക്കിപ്പം നമ്മുടെ വൗച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 എന്ന് പറയുന്ന നമ്പറിലായിരിക്കും തുടങ്ങുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ആ ഒരു ബുക്ക്ലെറ്റിൽ നമുക്ക് ചിലപ്പോൾ 100 അല്ലെങ്കിൽ 50 ഒക്കെ കാണുമായിരിക്കും. അപ്പൊ ഇതിനെ ഒരു സീരിയൽ നമ്പറിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് അത് നമ്മൾ കെപ്റ്റ് ചെയ്ത് വെക്കുന്നത്. All recording in books of accounts is done on the basis of accounting vouchers. അതായത് നമ്മളെ എല്ലാ റെക്കോർഡിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ എല്ലാ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്താണ്? അക്കൗണ്ടിങ് വൗച്ചേഴ്സിന്റെ ബേസിസിലാണ്. അതായത് നമുക്കൊരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് എന്ത്? വൗച്ചർ. അപ്പൊ നമ്മൾ ഈ ഡോക്യുമെന്ററി എവിഡൻസിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത്. വൗച്ചർ ഇസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൗച്ചർ ഇസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. അതായത് ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഡോക്യുമെന്ററി എവിഡൻസ് വേണം. ആ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് എന്ത്? എ വൗച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ടു റെക്കോർഡ് ദ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. എന്താണ് ഇതെന്താണ്? ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് പിന്നെയാണ് സെന്റൻസ് ആയിട്ട് വരുന്നത്. ഈ ട്രാൻസാക്ഷൻ with one debit and one credit simple transaction voucher prepared for such a transaction is known as transaction voucher. അതായത് നമുക്കൊരു ട്രാൻസാക്ഷനിൽ ഒരു ഡെബിറ്റ് ട്രാൻസാക്ഷനും ഉണ്ടാകും, ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ടാകും. ഇത് എന്താണ്? ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് എന്ത്? ട്രാൻസാക്ഷൻ വൗച്ചർ. ഇത് നമ്മൾ പറയുന്ന പോലെ പലതരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്. ആ പലതരത്തിലുള്ള വൗച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പൊ സോഴ്സ് ഓഫ് ഡോക്യുമെന്റും വൗച്ചർ എന്താണെന്ന് മനസ്സിലായോ?
മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ശരി, മനസ്സിലായി. നമുക്ക് വരുന്നത് ഇനി ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും വൗച്ചർ മനസ്സിലായി. ഓക്കെ. ഇനി നമുക്ക് ഇതിനെ വൗച്ചറിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ക്യാഷ് വൗച്ചർ എന്നും നോൺ ക്യാഷ് വൗച്ചർ എന്നും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്യാഷ് വൗച്ചറിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഡെബിറ്റ് വൗച്ചർ എന്നും ക്രെഡിറ്റ് വൗച്ചർ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് പിന്നെ നോൺ ക്യാഷ് വൗച്ചറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയും. ഈ ഇത്രയും വൗച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കും. മെയിൻ ആയിട്ട് ഇത് കഴിഞ്ഞ എക്സാമിനും ഇതിനകത്ത് ട്രാൻസ്ഫർ വൗച്ചർ എന്താണെന്നാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഈ ഓരോ വൗച്ചറും വൺ വേർഡ് ആയിട്ടാണ് ചോദിക്കുക. അതിൽ ഒന്നാമത്തെയാണ് ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ദീസ് വൗച്ചേഴ്സ് ആർ പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ക്യാഷ് പേയ്മെന്റ്സ് ഓൺലി. അതായത് നമ്മൾ ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്നത് മാത്രം റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്തുന്നത്, അതായത് ഇപ്പൊ നമുക്കൊരു എക്സ്പെൻസസ് വന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ നമ്മൾ റീപേയ്മെന്റ് ചെയ്തു. ഇതെല്ലാം നമുക്ക് എന്താണ്? എക്സ്പെൻസസ് ആണ്. ഇതെല്ലാം നമ്മൾ ബിസിനസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് ആണ്. അത് നമുക്ക് എക്സ്പെൻസ് ആണ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അതായത് ക്യാഷ് പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വൗച്ചറാണ് ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ ഡ്രോയിങ്സ് ആൻഡ് അഡ്വാൻസസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഡെബിറ്റ് വൗച്ചറിൽ വരും. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാലോ അല്ലെങ്കിൽ ഗൈഡ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഡെബിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ് കാണും. അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓൺ സെപ്റ്റംബർ 2009, ജസ്റ്റ് മിനിറ്റ്. സോറി, ത്രോട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഡെബിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ് ഗൈഡിൽ തന്നിട്ട്, നിങ്ങൾ ഗൈഡ് നോക്കണമെങ്കിൽ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കോളൂ. അതിനകത്ത് നമ്മൾ ആദ്യം ഏതിൽ നിന്നാണോ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ഐറ്റംസ് കിട്ടിയത്, ഇപ്പൊ അസറ്റ് ആവാം, ഗുഡ്സ് ആവാം, അങ്ങനെ ഏതിനാണോ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് അവരുടെ പേര് ആദ്യം എഴുതും. പിന്നെ അത് ഏത് വൗച്ചർ ആണെന്ന് നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ ഡേറ്റ് കാണിക്കും. നമ്മൾ പറഞ്ഞൊരു സീരിയൽ നമ്പർ ആയിരിക്കും, ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും വൗച്ചറിന്. അപ്പൊ എന്താണ്? വൗച്ചറിന്റെ നമ്പർ നോട്ട് ചെയ്യണം. പിന്നെ ഏതിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിന്റെ പേര് നമ്മൾ നോട്ട് ചെയ്യുക. പിന്നീട് എത്രയാണ് എമൗണ്ട് അത് നോട്ട് ചെയ്യുക. പിന്നെ ഏത് അക്കൗണ്ടിലേക്കാണോ ഡെബിറ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ട് കാണിക്കാം. ഒന്നുകിൽ ക്യാഷ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ആയിട്ടായിരിക്കാം നമ്മൾ ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നത്, അതും കാണിക്കാം. ദെൻ അത് എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ള വെച്ചാൽ അതിന്റെ നരേഷനും കൂടി കാണിക്കാം. പിന്നെ അതിന്റെ ഓതറൈസ്ഡ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത ആരാണോ അവരുടെ ഓതറൈസ്ഡ് സൈനും അതിൽ കാണിക്കുക. ഇത്രയാണ് ഡെബിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ്. മെയിനായിട്ട് ഡെബിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ് ഒന്നും ചോദിക്കാറില്ല. മെയിനായിട്ട് ഈ അതിൽ വരുന്ന എക്സ്പെൻസസ് ഒക്കെ ഏതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഡെബിറ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ വരുന്ന വൗച്ചറാണ് ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് വൗച്ചർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദീസ് വൗച്ചേഴ്സ് ആർ പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ക്യാഷ് പേയ്മെന്റ്
ക്യാഷ് റെസിപ്റ്റ്സ് ഉള്ളി. അതായത് ക്യാഷ് റെസിപ്റ്റ്സിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന വൗച്ചറാണ് ക്രെഡിറ്റ് വൗച്ചർ. ഡെബിറ്റ് വൗച്ചർ എന്താണെന്നു ക്യാഷ് പേയ്മെന്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നത്. ക്രെഡിറ്റ് വൗച്ചർ ക്യാഷ് റെസിപ്റ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചോണം, ഒന്ന് പേയ്മെന്റും ഒന്ന് റെസിപ്റ്റും ആണ്. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്യാഷ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ്, ക്യാഷ് സെയിൽ ഓഫ് അസറ്റ്, അതുപോലെ റവന്യൂ ഇൻകം ലൈക്ക് ഇൻട്രസ്റ്റ്, റെന്റ് എക്സെട്ര. അതായത് ഈ വഴിയൊക്കെ ആയിരിക്കും നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്രെഡിറ്റ് വൗച്ചറിൽ വരുന്നത്. അതുപോലെ ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അതായത് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാഷ്. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, റെസിപ്റ്റ്സ് ഓഫ് അഡ്വാൻസസ്, അതായത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും റെസിപ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വൗച്ചറാണ് ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് വൗച്ചർ മനസ്സിലായോ? ക്രെഡിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ് കണ്ടിരുന്നോ? അത് ഡെബിറ്റ് വൗച്ചറിന്റെ പോലെ തന്നെയാണ് ക്രെഡിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ്. ഹലോ, ഓക്കെ. ക്രെഡിറ്റ് വൗച്ചറിന്റെ ഡെബിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ് പോലെ തന്നെയാണ് ക്രെഡിറ്റ് വൗച്ചറിന്റെയും. നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ നെയിം മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ബാങ്കിലൂടെയാണോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് നെയിമും കാണിക്കാം. പിന്നെ അതിന്റെ എമൗണ്ടും അതിന്റെ നരേഷനും കാണിക്കാം. പിന്നെ നമ്മൾ സാധാരണ സൈൻ ചെയ്യുന്ന പോലെ സൈൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് വൗച്ചറിലുള്ളത്. ജസ്റ്റ് അതിന്റെ ഫോർമാറ്റ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വൗച്ചറാണ് ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ വൗച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് with the expansion of business, the role of credit transaction is increasing in the fast pace. For recording these credit transactions, a voucher is prepared known as transfer voucher. അതായത് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൗച്ചറാണ് ട്രാൻസ്ഫർ വൗച്ചർ. അതായത് നമ്മളിപ്പം പറഞ്ഞു, നമ്മൾ ക്യാഷ് കൊടുക്കാത്ത സാധനങ്ങൾ മേടിക്കും, എന്നിട്ട് പിന്നീട് ക്യാഷ് കൊടുക്കും. അതാണ് നമ്മൾ ക്രെഡിറ്റിന് സാധനം എടുക്കുക എന്ന് പറയില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയുന്നത്. അതായത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. അത് അറ്റ് എ ടൈമില് ക്യാഷ് കൊടുക്കാതെ പിന്നീട് ക്യാഷ് കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വൗച്ചറാണ് ട്രാൻസ്ഫർ വൗച്ചർ. ദെൻ അതിൽ വരുന്ന ഐറ്റംസ് ആണ് ക്രെഡിറ്റ് പർച്ചേസസ്, then credit sales, return of goods sold, return of goods purchased on credit, depreciation on assets, bad debts. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ക്രെഡിറ്റിന് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ വൗച്ചറിന്റെ ഫോർമാറ്റ് അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ അറിയാം. അതിൻ്റെ അകത്ത് ഐറ്റംസ് കൂടുതലായിരിക്കും. കാരണം ഒരേ ഡേറ്റിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുന്നത് കൊണ്ട്, അതായത് ഒരാൾക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ മാത്രം ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ വൗച്ചറിലായിരിക്കും എഴുതുന്നത്. അതായത് ഈ ട്രാൻസ്ഫർ വൗച്ചറിന് 2 അക്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ. 2 ക്രെഡിറ്റും ഡെബിറ്റും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ സ്പെസിമെൻ ഒക്കെ ഒന്നെങ്കിൽ ടെക്സ്റ്റിലുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡിലും കിടപ്പുണ്ട് കേട്ടോ. ഇതൊന്നും പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കില്ല, ജസ്റ്റ് അതെന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിലേ ഉള്ളൂ, നിങ്ങളുടെ ഗൈഡിലില്ല. അപ്പോൾ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക. പിന്നെ അതിന്റെ ജസ്റ്റ് പ്രോബ്ലം ഒന്നും ഞാൻ കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്. പിന്നെ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കിടക്കുന്നുണ്ട്. അതില് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആർക്കെല്ലാം അറിയാം? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താന്ന്?
അറിയില്ലെങ്കിൽ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ട് ഇരിക്കുക. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പം നമ്മളിപ്പോ അസറ്റ് മേടിക്കോ അല്ലെങ്കിൽ ഇപ്പോ ലോൺ എടുക്കോ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും എന്താണ് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്ത അതേ എഫക്റ്റ് തന്നെ എന്ത് ചെയ്യണം, ലയബിലിറ്റി സൈഡിലും വരണം. അതാണ് നമുക്ക് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ? അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ കേട്ടായിരുന്നോ? കേൾക്കാമോ? ഇക്വേഷൻ മാത്രമേ കേട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഈ ടെസ്റ്റിന് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ മാത്രമേ കേട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കേൾക്കണം. ഓക്കെ. അതായത് നമ്മൾ ഒരു ബിസിനസ്സിലെ ഏതൊരു ട്രാൻസാക്ഷനും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അതായത് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി, അല്ലെങ്കിൽ ഇക്വിറ്റി ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ രണ്ട് സൈഡും ഞാൻ പറഞ്ഞ പോലെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അതായത് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഈക്വേഷന്റെ ബേസിസിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുക. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലം ഒരെണ്ണം കിടപ്പുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അക്കൗണ്ട് ഇക്വേഷന്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താണ്, ക്യാപിറ്റൽ കൊണ്ടുവരും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് സുനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹3 lakh ആസ് ക്യാപിറ്റൽ. അതായത് സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്ന് ₹3 lakh ആണ്. ഇതിന്റെ ഒരു അക്കൗണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ ഇതിന്റെ എഫക്ട് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, അതായത് അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ. അതായത് അസറ്റ് സൈഡിലും 3 lakh, അതുപോലെ തന്നെ ക്യാപിറ്റൽ അതായത് ഇക്വിറ്റി സൈഡിലും 3 lakh. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് പറയുന്നത്. അതായത് അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് 3 lakh വരും. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷന്റെ എഫക്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ സുനിൽ പർച്ചേസ്ഡ് മെഷീനറി ഫോർ 14,000 ആൻഡ് ഫർണിച്ചർ ഫോർ 20,000. അപ്പൊ ഈ പറഞ്ഞ 40,000 രൂപയുടെ മെഷീനറി മേടിച്ചു, 20,000 രൂപയുടെ ഫർണിച്ചർ മേടിച്ചു. അപ്പൊ ഈ വരുന്ന ഈ ട്രാൻസാക്ഷൻ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷനിൽ എങ്ങനെയാ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നമുക്കറിയാം 3 ലക്ഷം രൂപ ആദ്യമേ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ഈ 3 ലക്ഷം രൂപയിലെ ഈ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യാ, ഈ ഒന്നെങ്കിൽ മെഷീനറിയും ഫർണിച്ചറും മേടിച്ചിട്ടുണ്ടാവാം. അപ്പം 40,000 പ്ലസ് 20,000 60,000 രൂപ എടുത്തിട്ടായിരിക്കും എന്ത് മെഷീനറിയും ഫർണിച്ചറും മേടിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഈ 3 lakhന്ന് ഈ 60,000 കുറച്ചിട്ട് ബാക്കിയുള്ള ക്യാഷ് ആയിരിക്കും എന്ത് 2,40,000 ആയിരിക്കും ക്യാഷ്, അല്ലാതെ ക്യാപിറ്റൽ ആയിട്ട് അവരുടെ കയ്യിൽ കാണുന്നത്. അത് പ്ലസ് മെഷീനറി ഒരു 40,000 രൂപയുടെ മെഷീനറി വന്നു, അതുപോലെ തന്നെ 20,000 രൂപയുടെ ഫർണിച്ചറും വന്നു. അപ്പോഴും എന്താണ് ഈക്വൽ ടു 3 lakh. അതായത് ഈ അസറ്റ് സൈഡില് ക്യാഷ് 2,40,000 ആയിട്ടുണ്ട്, മെഷീനറി ഒരു 40,000 ഉണ്ട്, ഫർണിച്ചർ ഒരു 20,000 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 lakh ആയി. ഓൾറെഡി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 lakh അവിടെ ഉണ്ട്. അപ്പൊ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരും. മനസ്സിലായോ? മനസ്സിലായോ? എനിക്ക് ക്ലിയർ ആവുന്നില്ലല്ലോ. മനസ്സിലായി. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്തോ നെറ്റിന്റെ പ്രശ്നം ക്ലിയർ ആയി കേൾക്കുന്നില്ല. എനിക്ക് നെറ്റ് ഉണ്ടല്ലോ.
ഉണ്ടോ? നെറ്റ്വർക്ക് അടുത്ത പ്രശ്നമായിരിക്കും. ഓക്കെ എങ്കിൽ ഓക്കെ. പിന്നെ ഇപ്പൊ പിന്നീട് ക്ലിയർ വരുന്നത് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ആണോ? ഓക്കെ. പിന്നെ വരുന്ന നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ്. റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞു നമ്മുടെ ബിസിനസ്സിൽ അക്കൗണ്ട്സിൽ നമ്മൾ 5 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഒന്ന് അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ് ഓർ ലോസസ്, റവന്യൂ ഓർ ഗെയിൻസസ്. ഈ 5 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഓരോ അക്കൗണ്ട്സിനും എന്ത് ചെയ്യുന്നു, ഓരോ റൂൾ ഉണ്ട്. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന്റെ റൂൾ ഉണ്ട്. ആ റൂള് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ അസറ്റ് ഓർ എക്സ്പെൻസസ് ലോസ്. അതായത് ഇപ്പം അസറ്റിലോ അല്ലെങ്കിൽ എക്സ്പെൻസസിലോ ലോസസിലോ ഒക്കെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് എപ്പോഴാണ് നമുക്ക് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ആ അസറ്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എപ്പോഴാണോ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് അപ്പൊ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതൊരു റൂളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റഡ്. ദെൻ ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ഓർ ലോസസ് ഈസ് ഡെബിറ്റഡ്. എപ്പോഴാണോ എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് കൂടുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് ആ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. എപ്പോഴാണോ എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് കുറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ഓർ എക്സ്പെൻസസ് ഓർ ലോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റൂള് തന്നെയാണ് നമ്മൾ അക്കൗണ്ടൻസിക്ക് ഫുള്ളും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഫോർ റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓർ റവന്യൂ ഓർ ഗെയിൻസ്. അതായത് നമ്മൾ ലയബിലിറ്റീസോ അല്ലെങ്കിൽ ക്യാപിറ്റലോ റവന്യൂ ഗെയിനോ എന്ത് ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന്റെ റൂൾ എന്ന് പറയുന്നത്, എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇപ്പൊ ഒരു ലോൺ എടുത്തു, അപ്പൊ എന്താണ് ലയബിലിറ്റി കൂടി നമുക്ക്. അപ്പൊ അങ്ങനെ ലയബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. നേരെ തിരിച്ച് നമ്മളിപ്പം ലയബിലിറ്റി കുറയ്ക്കുകയാണ്, ഇപ്പൊ നമ്മൾ ലോൺ റീപേയ്മെന്റ് ഒക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അത് എപ്പോഴാണോ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അന്നേരം നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും, എപ്പോഴാണോ ലയബിലിറ്റി കുറയുന്നത് അതിനെ നമ്മളപ്പോ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് അസറ്റിന്റെ എഫക്ട് എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ലയബിലിറ്റിക്ക് വരുന്നത്. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ്. ക്യാപിറ്റൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഷെയർ പർച്ചേസ് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ക്യാപിറ്റൽ കൂടാനായിട്ട് ഒന്നെങ്കിൽ ഇത് ഇപ്പം എന്താ ലോൺ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്ന ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. നേരെ തിരിച്ച് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അത്ര എമൗണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ഇൻക്രീസ് ഇൻ റവന്യൂ ഓർ ഗെയിൻസ് ഈസ് ക്രെഡിറ്റഡ്. അതായത് നമുക്കിപ്പോ ഇൻകം എന്തെങ്കിലും വന്നു അല്ലെങ്കിൽ നമുക്ക് ഗെയിൻ ആയി, നഷ്ടമല്ല പ്രോഫിറ്റ് ആയി എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. നേരെ തിരിച്ച് ഇപ്പൊ റവന്യൂ കുറഞ്ഞു അല്ലെങ്കിൽ ഗെയിൻ കുറഞ്ഞു, അതായത് നോർമലി ഉള്ളതിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോ എക്സ്പെൻസസിന്റെ നേരെ ഓപ്പോസിറ്റ് വരും റവന്യൂ. അതായത് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും, റവന്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പൊ നേരെ തിരിച്ച് ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും റവന്യൂ ഡിക്രീസ് ചെയ്യാനതിനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? അതായത് പിന്നീട് നമുക്ക് എങ്ങനെയാണ് ഈ റൂള് ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ഈ റൂൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ്
മായൂർ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹19,000. അതായത് 90,000 രൂപയ്ക്ക് മായൂർ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഈ ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം? ഏത് റൂൾ അപ്ലൈ ചെയ്യാം? ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏത് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഫർണിച്ചർ ആണ്. മായൂർ പർച്ചേസ്ഡ് ഫർണിച്ചർ പറഞ്ഞോ. അസറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യും. അസറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യും. ഇപ്പൊ എവിടെ ക്രെഡിറ്റ് ചെയ്യണേന്ന് പറയാമോ? എന്നാലോചിക്കേ. അതായത് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒന്നാണ് എന്ത്? ക്യാഷ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നത്. സോ നമ്മുടെ റൂൾ പ്രകാരം നമ്മുടെ അസറ്റ് കൂടുകയും അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഓൾറെഡി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്? കേൾക്കുന്നുണ്ടോ? ക്യാപിറ്റൽ സൈഡിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. കേൾക്കുന്നുണ്ട്. നമ്മൾ ക്യാപിറ്റൽ സൈഡിൽ ക്രെഡിറ്റ് ചെയ്യും. അതായത് നമ്മൾ ക്യാഷ് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ ഈ അസറ്റ് ക്രെഡിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഫർണിച്ചർ ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ ഫർണിച്ചറിൽ നമ്മളത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ എപ്പോഴും അസറ്റിന് ഡെബിറ്റ് ആയിരിക്കും. അസറ്റ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ ആ ക്യാഷിന് എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. ഇത്രയും സിമ്പിൾ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. അതായത് എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, എന്താണോ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇത്രയുള്ളൊരു ട്രാൻസാക്ഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മായൂർ പർച്ചേസ്ഡ് ഫർണിച്ചർ. അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫർണിച്ചർ കിട്ടി. ഫർണിച്ചർ അക്കൗണ്ടിന് നേരെ ഡെബിറ്റ് ചെയ്യുക. സോ നേരെ തിരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തോളാം. ഇത്ര എഫക്റ്റ് മാത്രമേ ഇതിനുള്ളൂ. ഇത് റൂൾ എന്ന് പറയുന്നത് ഫർണിച്ചർ അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്തു അതിനെ ഡെബിറ്റ് ചെയ്തു. സോ ക്യാഷ് ഡിക്രീസ് ചെയ്തു അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഈ ഒരു റൂൾ മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയത് ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോൾ ക്രെഡിറ്റ് ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് ഡെബിറ്റ് അല്ലേ? വാസ്തവത്തില് കയ്യിൽ നിന്ന് പോവല്ലേ? ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോ അത് ഡെബിറ്റ് അല്ലേ? കേൾക്കത്തില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് ഡെബിറ്റ് അല്ലേ? അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കരുത്, നമ്മൾ ബിസിനസിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. നമ്മൾ ബിസിനസിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അസറ്റാണ് അല്ലെ? ഈ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ക്രെഡിറ്റ്സ് ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹15,000 ഓൺ ക്രെഡിറ്റ് ഫോർ വേഴ്സസ് സുഡൈൻ മെഷീനറി മാർട്ട്. ഒരു സുഡൈൻ മെഷീനറി മാർട്ടിൽ നിന്ന് നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു. അത് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 50,000 രൂപ ക്രെഡിറ്റിന്, ക്യാഷ് ആയിട്ട് കൊടുത്തില്ല, ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? അതിന്റെ
ക്രെഡിറ്റ് സൈഡിലല്ലേ അത്? ഏതാ ക്രെഡിറ്റ് വരുന്നത്? പർച്ചേസ് ചെയ്ത് ക്രെഡിറ്റ് വരും അല്ലേ? പർച്ചേസ് ചെയ്ത്, അതായത് എൻട്രി പാസ് ചെയ്യാൻ അറിയോ? അതായത് നമ്മള് ഇപ്പൊ ഈ സുഡൈൻ മെഷീനറി മാർട്ടിൽ നിന്നാണ് നമ്മള് സാധനം, അതായത് മെഷീനറി പർച്ചേസ് ചെയ്തത്. മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ അതെ. നമുക്ക് മെഷീനറി കിട്ടി. സോ എന്താണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ ക്രെഡിറ്റിനാണ് നമ്മൾ സാധനം എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, അവർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, പക്ഷെ അത് കൊടുത്തിട്ടില്ല, ഇനി അത് കൊടുക്കണം. അപ്പൊ കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്കത് ലയബിലിറ്റിയാ അല്ലേ? കൊടുക്കണം നമ്മളത്. അപ്പൊ അതുകൊണ്ട് ഈ ലയബിലിറ്റി കൂടുമ്പോ അതിനെ ക്രെഡിറ്റ് ചെയ്യും. മനസ്സിലായോ? അസറ്റ് കൂടുമ്പോൾ Okay. ഡെബിറ്റ് ചെയ്യുകയും ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അത്രയേ ഉള്ളൂ അതില്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ഓഫ് ₹14,000 ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബിസിനസ് ആസ് ക്യാപിറ്റൽ ബൈ പ്രതീക്. എന്താണ്? 40,000 രൂപ ക്യാഷ് ആയിട്ട് ബിസിനസിന് ക്യാപിറ്റൽ കൊണ്ടുവന്നു പ്രതീക്. അപ്പൊ ക്യാപിറ്റൽ വന്നു. അപ്പൊ ക്യാപിറ്റൽ കൂടുമ്പോ എന്താണ് റൂൾ എന്ന് പറയാമോ? പറഞ്ഞോ. ക്രെഡിറ്റ് ആയി. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോ ക്രെഡിറ്റ് ആയി. 40,000. ഓക്കെ. പിന്നീട് എന്താണ്? ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോഴോ? ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അത് ക്രെഡിറ്റ് തന്നെയാണോ? അല്ല, ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ? അല്ല, റൂൾ എന്താ? ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് ആണ്. അതായത് പ്രതീക 40,000 രൂപ ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആണ് 40,000 രൂപയായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഈ 2 റൂളാണുള്ളത്. മനസ്സിലായോ? Then next, paid ₹5,000 to the employees as salary. 5,000 രൂപ എംപ്ലോയീസിന് സാലറി കൊടുത്തു. ഇത് ഇവിടെ എക്സ്പെൻസസിന്റെ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പറയാമോ? എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസ് പറഞ്ഞോളൂ. ശരി, പറഞ്ഞോ. ഡെബിറ്റ് ചെയ്യും. അല്ല, എക്സ്പെൻസ് കൂടി, അപ്പൊ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും അല്ലേ? എക്സ്പെൻസ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് അല്ലേ? സാലറി ആയിട്ട് പോയില്ലേ, എക്സ്പെൻസ് ആയില്ലേ? അതെ. അപ്പൊ ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് വരുമ്പോ എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മള് സാലറി കൊടുത്തു, അപ്പം ബിസിനസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അതായത് അസറ്റ് ഡിക്രീസ് ചെയ്തു. അപ്പൊ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോ ക്രെഡിറ്റ് ചെയ്യും. അതായത് എക്സ്പെൻസ് കൂടുമ്പോ അതിനെ ഡെബിറ്റ് ചെയ്യുകയും അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് എക്സ്പെൻസസിന്റെ റൂൾ എന്ന് പറയുന്നത്. ഇനി റവന്യൂവിന്റെ റൂൾ, അതായത് റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഫോർ ദി മന്ത് ₹3,000. അതായത് 3,000 രൂപ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു ഈ മാസത്തെ. എങ്ങനെയായിരിക്കും അതിന്റെ റൂൾ അപ്ലൈ ചെയ്യുന്നത്? അതിനെ ക്രെഡിറ്റ് ചെയ്യും. 3,000 രൂപ റവന്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ അസറ്റിന് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അസറ്റിന് എന്താ സംഭവിക്കുന്നത്? അസറ്റ് കുറയും. അസറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്? നമുക്ക് ക്യാഷ് കിട്ടിയില്ലേ? നമ്മൾ 3,000 ഡെബിറ്റ് ചെയ്യും. അത് അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. അതായത് നമ്മൾക്ക് മനസ്സിലായോ? നമുക്ക് ക്യാഷ് കിട്ടി അല്ലെ? ഇൻട്രസ്റ്റ് കിട്ടിയില്ലേ?
ഇൻട്രസ്റ്റ് കിട്ടിയപ്പോ ഉവ്വ് നമുക്ക് ഉവ്വ്. അസറ്റ് കൂടിയപ്പോ അസറ്റിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇത് അതുപോലെ തന്നെ നമുക്ക് റവന്യൂ കൂടിയപ്പോ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ചെയ്തു. ക്രെഡിറ്റ് ചെയ്തു. ഇൻക്രീസ് ഇൻ റവന്യൂ ഈസ് ക്രെഡിറ്റഡ്. റൂളില്ലേ, ഇൻക്രീസ് ഇൻ റവന്യൂ ഈസ് ക്രെഡിറ്റഡ്. മനസ്സിലായോ? അത് ഡൗട്ട് ഉണ്ടോ? ഉവ്വ് ഉവ്വ്. ഇല്ല ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നമുക്ക് 3 തരത്തിലുള്ള അക്കൗണ്ടിങ്, അതായത് ഒന്ന് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ഒന്ന് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. അതിൽ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് this is a system which accounting entries are recorded only when cash received or paid. അതായത് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്ന പേയ്മെന്റിനെയും, അതായത് ക്യാഷ് ആയിട്ട് കിട്ടുന്ന റെസിപ്റ്റിനെയും മാത്രം കാണിക്കുന്ന അക്കൗണ്ടിങ് എൻട്രീസ് ഉള്ളതാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി റെസിപ്റ്റ് ഓഫ് ക്യാഷ്. നമ്മൾ റവന്യൂ എന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ക്യാഷ് റെസിപ്റ്റിനെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുന്നത് വെൻ ദേ ആർ പെയ്ഡ്. എപ്പോഴാണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പോഴാണ് അതിനെ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. The difference between total revenue and total expenses represents profit or loss of an enterprise for a particular accounting period. അതായത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞു ക്യാഷ് റെസിപ്റ്റും കിട്ടും, ക്യാഷ് പെയ്ഡും ഉണ്ടെന്ന് പറഞ്ഞു. ഇവ തമ്മിലുള്ള, അതായത് ഈ റവന്യൂ എക്സ്പെൻസസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം ഒരു അക്കൗണ്ടിങ് പീരീഡിൽ. Then outstanding and prepaid expenses and income received in advance or accrued in income are not considered. അതായത് ഇപ്പൊ നമുക്ക് കൊടുക്കാനുണ്ട്, പക്ഷെ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇതിന്റെ ബേസിസിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എൻട്രി പാസ് ചെയ്യില്ല. മനസ്സിലായോ? അതായത് ക്യാഷുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആസ് നോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആർ റിക്വയർഡ്. ഞാൻ പറഞ്ഞില്ലേ, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒന്നും ഇവിടെ വരില്ല. It appears more objectives as very few estimates and personal judgments are required. അതായത് നമുക്ക് നമ്മുടെ ചെറിയ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള ചെറിയ എസ്റ്റിമേറ്റുകളാണ് ഇതിന് ആവശ്യമുള്ളൂ. അതായത് നമ്മൾ പേഴ്സണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിലൊക്കെയാണ് നമ്മൾ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ടു ദോസ് എൻറ്റിറ്റീസ് വിച്ച് ഹാവ് മോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഓൺ ക്യാഷ് ബേസിസ്. അതായത് കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന എന്റർപ്രൈസസിന് അല്ലെങ്കിൽ എൻറ്റിറ്റീസിന് മാത്രമാണ് നമ്മൾ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, അതിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദ മാച്ചിങ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. മാച്ചിങ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഇത് ഫോളോ ചെയ്യുന്നില്ല. അത് ഡെബിറ്റ്, ക്രെഡിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. അതായത് ക്യാഷിന്റെ കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മൾ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതും വൺ വേർഡ് ആയിട്ടാണ് കൂടുതൽ ചോദിച്ചുണ്ടായിരിക്കുന്നത്. പിന്നെ ഒറ്റ സെന്റൻസിലൊക്കെ എഴുതാൻ പറഞ്ഞേക്കുവാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് കേട്ടോ. ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്ന അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ദെൻ revenue and expense are taken into consideration for the purpose of income determination on the basis of accounting period which they relate. അതായത് ഇതും ഇൻകം, അതായത് റവന്യൂ എക്സ്പെൻസസിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ കാണിക്കുന്നതാണ്. The accrual basis makes a distinction between actual receipt of cash and the right to receive cash for revenues and actual payment of cash, legal obligation to pay expenses.
അതായത് നമ്മൾ അക്രൂവൽ ബേസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആക്ച്വൽ ആയിട്ട് കിട്ടുന്ന ക്യാഷ് റെസീപ്റ്റ്സ്, അതായത് റൈറ്റ് ടു റിസീവ് ക്യാഷ് ഫോർ റവന്യൂസ്, അതായത് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന റവന്യൂ അത് ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ, ദെൻ ആക്ച്വൽ പേയ്മെന്റ് ഓഫ് ക്യാഷ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ക്യാഷ് പേയ്മെന്റ് ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദ income accrued in the current year becomes the income of the current year whether the cash for that item received in the current year or it received in the previous year or it will be received in next year. അതായത് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടേണ്ട ക്യാഷ് നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കേണ്ട ക്യാഷ് നമ്മൾ ഇപ്പൊ ഈ കറണ്ട് ഇയറിൽ കൊടുക്കാതെ നെക്സ്റ്റ് ഇയറിലൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇതിൽ കൺസിഡർ ചെയ്യും. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിൽ അതൊന്നും കൺസിഡർ ചെയ്യില്ല. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിൽ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ എക്സ്പെൻസസ് ഐറ്റംസ് എന്ന് പറയുന്ന ട്രൂ ആയിട്ടുള്ള എക്സ്പെൻസസ് ഐറ്റംസ് ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. അതായത് കറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് കിട്ടും. Expenses items is recorded to becomes payable in the current year whether it is paid in the current year. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ എക്സ്പെൻസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് ഇയറിൽ പേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും പേ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെൻസ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രീവിയസ് ഇയറിൽ അതിന് വാങ്ങിയിട്ടുണ്ടാകാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ക്രെഡിറ്റ് സെയിൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നതാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് ദി ഇയർ ആൻഡ് ഡിസ്ക്ലോസ് ദ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഉൾക്കൊള്ളുന്നതാണ് എന്താ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് കിട്ടും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് യൂണിറ്റ്. ഇതാണ് നമ്മൾ എല്ലാ ബിസിനസ് യൂണിറ്റുകളും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോർ സയന്റിഫിക് ആൻഡ് റാഷണൽ ഇൻ ആപ്ലിക്കേഷൻ. ഇത് വളരെ സയന്റിഫിക് ആയിട്ട് റാഷണൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ് എന്ത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ വൺ ആൻഡ് റിക്വയർസ് ദ യൂസസ് ഓഫ് എസ്റ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെന്റ്. ഇത് ഒരിക്കലും ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല. കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിമ്പിൾ മെത്തേഡ് അല്ല. ഇറ്റ് റിക്വയർസ് ദ യൂസസ് ഓഫ് എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ ഒരു പേഴ്സണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിലല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. ഇറ്റ് ഫെയിൽസ് ടു ഡിസ്ക്ലോസ് ദ ആക്ച്വൽ ക്യാഷ് ഫ്ലോസ്. എന്താണ്, ഒരിക്കലും ഇത് ആക്ച്വൽ ക്യാഷ് ഫ്ലോയിനെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇത് എല്ലാ ട്രാൻസാക്ഷനും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ക്യാഷ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇതാണ് രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്യാഷ് അക്രൂവൽ. ഈ ക്യാഷിനെ അക്രൂവലിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് എന്ത് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദിസ് സിസ്റ്റം ഈസ് അതായത് ബോത്ത് ക്യാഷ് ആസ് വെൽ ആസ് അക്രൂവൽ ബേസിസ് ഇൻ യൂസ്. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് സിസ്റ്റംസ് ആൻഡ് ഈസ് ഏബിൾ ടു എലിമിനേറ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ബോത്ത് സിസ്റ്റം. അതായത് നമുക്ക് ഇപ്പൊ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ആയാലും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ആയാലും രണ്ട് അഡ്വാൻറ്റേജസ് എടുക്കാൻ സാധിക്കും. പക്ഷെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മൂന്ന് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് മനസ്സിലായോ? മൂന്നാമത്തെ ഒന്നുകൂടെ പറയാമോ? ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ, അതായത് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലുള്ള കാര്യങ്ങളും, അതായത് എല്ലാ ട്രാൻസാക്ഷനും എടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷനും എടുക്കുകയും ചെയ്യും. ഈ രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ?
ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ? നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഡൗട്ടൊക്കെ വരുന്നത്. ആ അത് അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള 2 എക്സാമ്പിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇക്വേഷന്റെ മനസ്സിലാകും. പിന്നെ നമുക്ക് എക്സാമ്പിൾ ചെയ്യുന്ന റൂൾ അപ്ലൈ ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ്. ആ റൂൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഗൈഡിലല്ല, ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇലിസ്ട്രേഷൻസ് എടുത്ത് 2 പ്രോബ്ലം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആകും. എന്നിട്ട് അത് ചെയ്തു നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കി തരാം. ശരി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ജേണൽ ആണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജേണൽ എന്താണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ ജേണല്? ഇല്ല ഇല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ട്രാൻസാക്ഷന്റെ കാര്യം പറഞ്ഞു. ഓരോ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ, അതായത് ഡേ ടു ഡേയിലുള്ള എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ജേണൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ എൻട്രി പാസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ വരുന്ന ഈ ഓരോ ട്രാൻസാക്ഷനും എൻട്രി ബേസിൽ റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് എന്ത്, അല്ലെങ്കിൽ പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ജേണൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ റെക്കോർഡ് എന്നും നമുക്ക് ജേണലിനെ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 വേർഡ് ആയിട്ട് ചോദിക്കും. ജേണലിന്റെ മറ്റ് 2 പേരുകളാണെന്ന് ബുക്സ് ഓഫ് ഒറിജിനൽ റെക്കോർഡും ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി. കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയതാണ് ബുക്സ് ഓഫ് ഒറിജിനൽ റെക്കോർഡും ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേ സെന്റൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. Journal is also known as books of original record or books of primary entry. അല്ലെങ്കിൽ every transaction can be recorded in journal. നമ്മളെ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ജേണലിലാണ്. ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന, അതായത് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അതായത് ഈച്ച് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെ, അല്ലെ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 വേർഡ് ആയിട്ട് ചോദിക്കും. അതായത് every transaction can be recorded in journal. This process of recording transaction in the journal is known as journalizing. The same sentence തന്നെ ചോദിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ജേണലിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഇതിലില്ല കേട്ടോ, ഗൈഡിലില്ല, ടെക്സ്റ്റിലുണ്ട്. അതായത് ഫസ്റ്റ് കോളം, അതായത് നമുക്കൊരു 5 കോളം ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ഡേറ്റ് ആണ്, 2ാമത്തെ കോളത്തില് പർട്ടിക്കുലേഴ്സ്, 3ാമത്തെ കോളത്തില് ലെഡ്ജർ ഫോളിയോ, 4ാമത്തെ കോളത്തില് ഡെബിറ്റ് എമൗണ്ട്, 5ാമത്തെ കോളത്തില് ക്രെഡിറ്റ് എമൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ജേണലിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ആ ഫോർമാറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1ാമത്തെ കോളത്തിലുള്ളതാണ് ഡേറ്റ്. ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഇപ്പൊ ഓരോ ഡേറ്റിലായിരിക്കും നടക്കുന്നത്. ആ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിങ് ഇയറിലെ ഡേറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് ആ ഡേറ്റ് കോളം ഉള്ളത്. ഓരോ ട്രാൻസാക്ഷനും ഓരോ ഡേറ്റിലാണല്ലോ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ആ ഡേറ്റ് കാണിക്കുന്നതാണ് ഈ ഡേറ്റ് കോളത്തില്. പിന്നെ 2ാമത് വരുന്നതാണ് പർട്ടിക്കുലേഴ്സ്. പർട്ടിക്കുലേഴ്സ് എന്താണ്? ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതിന് ഡെബിറ്റ് എഫക്റ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് എഫക്റ്റും ഉണ്ടാവും. അപ്പൊ ആ ട്രാൻസാക്ഷന് ഡെബിറ്റ് എഫക്റ്റും ക്രെഡിറ്റ് എഫക്റ്റും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കോളമാണ് പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിള്, ഇപ്പൊ റെന്റ് പെയ്ഡ് ഇൻ ക്യാഷ്. ഇപ്പൊ ക്യാഷ് ആയിട്ട് റെന്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. അതായത് റെന്റ് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ വരുന്നത്.
റെന്റ് പെയ്ഡ് ഇൻ ക്യാഷ്. സോ അടുത്ത കോളം എന്ന് പറയുന്ന ലെഡ്ജർ ഫോളിയോ ആണ്. ലെഡ്ജർ ഫോളിയോയിൽ വരുന്ന കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് പേജ് നമ്പർ ആയിരിക്കും. ഇതിപ്പോ നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ഈ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഏത് ലെഡ്ജറിൽ ഏത് കോളത്തിലാണ് ഏത് പേജിലാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ് ലെഡ്ജർ ഫോളിയോ. അതായത് ലെഡ്ജറിൽ ഏത് പേജിലാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന കോളമാണ് ഈ ജേർണലിൽ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. ഡെബിറ്റ് എമൗണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു റെന്റ് പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞു. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെക്റ്റർ. അപ്പൊ ഈ റെന്റ് അക്കൗണ്ടിന്റെ നേരെ എത്ര എമൗണ്ട് ആണോ ആ കാണിക്കുന്ന കോളമാണ് ഡെബിറ്റ് എമൗണ്ട്. സോ നേരെ ക്രെഡിറ്റ് എമൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ആ ക്യാഷ് അക്കൗണ്ടിന്റെ നേരെ നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കും എന്ത്, ആ ക്യാഷ് എത്ര രൂപയായിട്ടാണോ പേ ചെയ്തത് അത് കാണിക്കും. അപ്പൊ ഇതാണ് 5 കോളം എന്ന് പറയുന്നത്. നമ്മളിപ്പോ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ടെക്സ്റ്റ് കിടപ്പുണ്ട്, ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ജേർണല് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാം. പറ്റുവാണെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.